ദിവസം ഞാൻ തമ്പാനൂരിൽ ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു വനിതാ കണ്ടക്ടർ എന്നെ വിളിച്ച് ചോദിച്ചു, മൊത്തം കിട്ടുമോ എന്ന് കൈകൊണ്ട് രാങ്ങി ചോദിച്ചു. ഞാൻ എന്ന് പറഞ്ഞു. പാലിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇന്നൊരു സന്തോഷത്തിൻ്റെ സുദിനമാണ്. നമ്മൾ ഓണത്തിലേക്ക് കടക്കുന്നു. ഈ ഓണ ദിവസങ്ങളിൽ തന്നെ നിങ്ങളോട് നന്ന വാക്ക് ഗവൺമെൻറ്റിന് പാലിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷമാണ് നമുക്കുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സജീവമായ ഇടപെടലിൻ്റെ ഭാഗമായി നമുക്ക് ഈ മാസം ഓണത്തിന് മുമ്പ് തന്നെ എല്ലാ ജീവനക്കാരുടെയും മുഴുവൻ ശമ്പളവും ഒരുമിച്ച് നൽകാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് നമുക്കുള്ളത്. അതിന് ഞാനും സന്തോഷിക്കുന്നു. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ്. ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ എന്നോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നത് നമുക്ക് ഒറ്റ ഗഡുവായി ശമ്പളം കൊടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കണമെന്ന്. ഓണസമയത്ത് നിങ്ങൾക്ക് നൽകണം എന്ന ആഗ്രഹത്തോടുകൂടി മറ്റ് പല അത്യാവശ്യങ്ങളും മാറ്റി വെച്ചുകൊണ്ടാണ് KSRTC ഈ പണം നൽകുന്നത്. സർക്കാർ നൽകുന്ന പണവും അതുകൂടാതെ KSRTCയുടെ വരുമാനത്തിൽ നിന്നും അത്യാവശ്യമായ ചില കാര്യങ്ങൾ തന്നെയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഓണം സന്തോഷത്തോടെ ആഘോഷിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓണം കഴിഞ്ഞാലില്ലേ എന്ന് വിചാരിക്കും. ഇല്ല, ഓണം കഴിഞ്ഞാലും ഇത് തുടർന്നു പോകാനുള്ള എല്ലാ നടപടികളും മുന്നോട്ട് പോവുകയാണ്. പിന്നെ നമുക്കറിയാമല്ലോ, സർക്കാരിലെ കാര്യങ്ങളാണ്. ഗവൺമെൻറ് മിഷനറി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് താമസങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. വളരെയധികം തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ എല്ലാ മാസവും കൃത്യമായി ഒന്നിച്ച് ശമ്പളം നൽകാൻ കഴിയുമെങ്കിൽ 1-ാം തീയതി തന്നെ നൽകാനുള്ള ഒരു നീക്കമാണ് നടന്നത്. പ്ലാൻ 1-ാം തീയതി തന്നെ 1-നും 5-നും ഇടയ്ക്ക് തന്നു തീർക്കണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ പ്ലാൻ. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ഉദ്യോഗസ്ഥരും KSRTCയുടെ CMDയും മറ്റുദ്യോഗസ്ഥരും എല്ലാം എന്നോടൊപ്പം സജീവമായി പ്രവർത്തിക്കുന്നു. ധനകാര്യമന്ത്രി അതുപോലെ തന്നെ വളരെ താല്പര്യത്തോടെ അത് നിർവഹിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇനിയുള്ള നാളുകളിൽ നമുക്ക് നല്ലൊരു നാളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഓണം നമുക്കൊരു നല്ല തുടക്കമാവും എന്നെനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. നമ്മുടെ KSRTCയുടെ നേട്ടങ്ങൾ അത് നിങ്ങളുടെ നേട്ടമാണ്, നിങ്ങൾ കൈവരിക്കുന്ന നേട്ടമാണ്. 93 ഡിപ്പോകളുള്ളതിൽ ബഹുഭൂരിപക്ഷവും നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ ഇന്നലത്തെ കണക്ക് വെച്ച് നോക്കിയാൽ 35 ഡിപ്പോകൾ മാത്രമാണ് ഇനി നമ്മൾ നഷ്ടത്തിലോടുന്നത്. നമ്മുടെ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാർ, ATOമാർ, DTOമാർ, ഇൻസ്പെക്ടർമാർ, ഇവരുടെ എല്ലാം സജീവമായൊരു പ്രവർത്തനം, ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും അതുപോലെ ഓഫീസ് സ്റ്റാഫിൻ്റെ എല്ലാവരും നല്ല പ്രവർത്തനം, മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെ എല്ലാം നല്ല ശക്തമായ ഒരു പ്രവർത്തനമുണ്ട്. അതിലൂടെ നമ്മൾ 4 ദിവസത്തിൽ കൂടുതൽ ഒരു ഫയൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള നയം, ഇതെല്ലാം നടപ്പിലാക്കാൻ വളരെ ഉത്സാഹത്തോടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്നതിൻ്റെ റിസൾട്ടാണ് 93 ഡിപ്പോകളിൽ ഏതാണ്ട് 35 ഡിപ്പോ, 41 ഡിപ്പോ ആയിരുന്നു 2 ആഴ്ച മുമ്പ്. കർശനമായ നിർദ്ദേശങ്ങൾ CMD ശ്രീ പ്രമോദ് നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ റിസൾട്ട് എപ്പോഴും ഞാൻ കാണാറുണ്ട്. അതിൽ ഈ 93 ഡിപ്പോയിൽ നിന്നും 41 ഡിപ്പോയിലേക്കും ഇപ്പോൾ 35 ഡിപ്പോയിലേക്കും നഷ്ടം കുറച്ചു കൊണ്ടുവന്ന നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പരിപൂർണമായും 93 ഡിപ്പോയും നമുക്ക് ലാഭവുമില്ല നഷ്ടവുമില്ലാത്ത നിലയിലേക്ക് എങ്കിലും എത്തിക്കാൻ നമുക്ക് കഴിയണം. അതിന് അക്ഷീണം പരിശ്രമിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. KSRTC നല്ല നിലയിലേക്ക് വരും, ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. നമ്മൾ ഇതുവരെ കണ്ട KSRTCക്ക് അപ്പുറം വളരെ ജനങ്ങൾ സ്നേഹിക്കുന്ന KSRTCക്ക് ഒരു പ്രത്യേക മുഖം കൈവരിക്കും എന്നതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. ഗവൺമെൻറ് അതിനുവേണ്ടി ചെയ്യാവുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സഹകരണം മാത്രം ഉണ്ടായാൽ മതി. ദിവസം ഞാൻ തമ്പാനൂരിൽ ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു വനിതാ കണ്ടക്ടർ എന്നെ വിളിച്ച് ചോദിച്ചു, മൊത്തം കിട്ടുമോ എന്ന് കൈകൊണ്ട് രാങ്ങി ചോദിച്ചു. ഞാൻ എന്ന് പറഞ്ഞു. പാലിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാം പിന്തുണയാണ് അത് സാധിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഇടപെടൽ, ധനകാര്യമന്ത്രിയുടെ വളരെ സന്തോഷത്തോടെയുള്ള സഹകരണം നമുക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ട്രാൻസ്പോർട്ട് വകുപ്പിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഓണത്തിൻ്റെ സമയത്ത് ഇത്രയും ഒരു സന്തോഷ വാർത്തയുമായി നിങ്ങളെ സമീപിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ വിജയത്തിലേക്ക് നയിക്കും എന്ന ഉറപ്പോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.